ഇന്ന് ഒരു മത്തൻ്റെ ഇല തോരനാക്കാം. അതിനായി മുറിച്ച് വെച്ച മത്തൻ്റെ ഇല മുറിച്ച് കഴുകി വെച്ചത്. ഇതിനായി നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തൻ്റെ ഇല ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്, ലേശം ഉപ്പ് ഇട്ട് അല്പം വെള്ളം ഒന്ന് പാറ്റിയാൽ മതി. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. നമ്മളെ മത്തനിലയിലെ വെള്ളമെല്ലാം ആറി വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇതും ചിരകിയ തേങ്ങ ഇടാം. ചിരകിയ തേങ്ങ ഇട്ട് ഇതെല്ലാം ചിരകിയ തേങ്ങയിൽ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് വാങ്ങി വെക്കാം. വാരുള്ളി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ കാച്ചിപ്പോരാൻ അതിൽ എണ്ണ ഒഴിക്കാം. വാരുള്ളിയിൽ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി അതിലേക്കിടാം. അരി ഇട്ട് അരി ഒന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ചെറുതായി മുറിച്ച വെളുത്തുള്ളി ഇട്ട് കരിവേപ്പില ഇട്ട് പിന്നെ വറ്റൽമുളക് ചതച്ച മിക്സിയുടെ ചെറിയ ജാറിൽ ചതച്ചതും ഇട്ട് നമുക്കിതൊന്ന് വറുത്തിടാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് മത്തനിലയിലേക്ക് ഒഴിക്കാം. നമ്മുടെ മത്തനില തോരൻ നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുമല്ലോ.